നമസ്കാരം. അപ്പോൾ നമുക്ക് ചെമ്പനീർ പൂ എന്ന സീരിയലിലെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ സച്ചി ആൻ്റണി അടിച്ച് പഞ്ഞി കിട്ടതിന് ശേഷം രേവതിയായിട്ട് ഹോസ്പിറ്റലിൽ വന്നു. രേവതിയുടെ തല മുറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ട് ഹോസ്പിറ്റലിലാണ്. ആ സമയത്താണ് നമ്മുടെ ശരത്ത് രേവതിയെ കാണാൻ വരുന്നത്. തൻ്റെ ചേച്ചി ഈ ആക്സിഡൻ്റ് ആയെന്ന് അറിഞ്ഞ സമയത്ത് നമ്മുടെ ശരത്തിന് വലിയ വിഷമമാവുന്നു. ശരത്ത് ചേച്ചിയോട് ചെയ്തു പോയ തെറ്റിനെല്ലാം അപ്പോൾ പറയുകയാണ്, ഇനി ഞാൻ ഒരിക്കലും ആൻ്റണിയായിട്ടൊരു കൂട്ടിനും പോയില്ല ചേച്ചി, ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് മാപ്പ് പറയുന്നു. രേവതിക്ക് വളരെ സന്തോഷമാവുന്നു. അപ്പോൾ അനിയനെ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു രേവതിക്ക്. ഇതെല്ലാം നമ്മുടെ സച്ചി പുറത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു. സച്ചിയേട്ടൻ എന്നും നിൻ്റെ നന്മ മാത്രമേ ശരത്തെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അദ്ദേഹം നിന്നോട് അന്ന് എന്തെങ്കിലും രീതിയിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ അടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ നന്മയെ കരുതി മാത്രമാണ്, സ്വന്തം അനിയനെ പോലെ തന്നെയാണ് നിന്നെ കാണുന്നതെന്നും എല്ലാം നമ്മുടെ രേവതി ശരത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ സച്ചി പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം തൻ്റെ ചേച്ചിയെ നോവിച്ചത് ആൻ്റണിയാണെന്ന് പറഞ്ഞ് ശരത്ത് നേരെ ആൻ്റണിയുടെ അടുത്ത് വന്ന് ആൻ്റണിയെ ചോദ്യം ചെയ്യുകയാണ്. എൻ്റെ ചേച്ചിയേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല, അവരാണ് എന്നെ വളർത്തിയത്, എൻ്റെ അമ്മയ്ക്ക് തുല്യമെന്നൊക്കെ പറഞ്ഞ് ആൻ്റണിയോട് ശരത്ത് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് ഇനി മേലെ ഞാൻ നീയോട്ടൊരു കൂട്ടിനുമില്ല, നീയോട്ടൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് ആ ആൻ്റണിയായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് നമ്മുടെ ശരത്ത് മടങ്ങിപ്പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണ് കാണിക്കുന്നത്. ശ്രുതിയുടെ ഷോപ്പിൽ ശ്രുതിയുടെ ബോഡി ഗാർഡായിട്ട് വന്ന നമ്മുടെ പീലി നല്ല ഫുഡ് അടിക്കുകയാണ്. ആ സമയത്ത് ഒരു 10-20 മുട്ടയും ഏത്തക്കയും പാലും ഒക്കെ കഴിച്ച് നല്ല ഗുണ്ടുമണിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വന്ന് ഇങ്ങനെ നോക്കുന്നത്. പീലിയുടെ തീറ്റ കണ്ട് ശ്രുതി അങ്ങ് അന്താളിച്ച് നിൽക്കുകയാണ്. എന്താ ശ്രുതി ഇന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന? അല്ല ശ്രുതി, ഞാൻ ഇവൻ്റെ തീറ്റ കണ്ടതാ. അയ്യോ ഇതെന്തോ ഇത്, ഇപ്പം രാവിലത്തേക്കുള്ള ഫുഡ് മാത്രമേ വന്നിട്ടുള്ളൂ, ഇനി അയക്കൂറയും ചോറും ഒക്കെ ഇനി വരാനുള്ളതേ ഉള്ളെന്ന് നമ്മുടെ ശ്രുതി പറയാം. ഇത്രയും ഫുഡ് ഞാൻ കഴിച്ചെങ്കിൽ ഞാൻ തന്നെ ഇവിടെ നിൽക്കേണ്ടി വന്നേനെ. ഇങ്ങനെ തീറ്റിപ്പോറ്റുവാണെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ ഒരു നല്ലൊരു ശതമാനം ലാഭവും ഇവൻ്റെ തീറ്റയ്ക്കായിട്ട് തന്നെ തീരുമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, എന്തായാലും വന്നു പോയില്ലേ, ഇതെല്ലാം ഡിമാൻഡ് അംഗീകരിച്ചിട്ടല്ലേ ശ്രുതി അവൻ്റെ ജോലിക്ക് നിർത്തിയെന്ന് പറയും. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, ശത്രുക്കളും രക്ഷപ്പെടണം, ഇങ്ങനെയൊക്കെ നിർത്തിയാലേ പറ്റത്തോളം എന്ന് പറയും. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നവീൻ ദാസിൻ്റെ ഫോൺ കോൾ വരുന്നത്. നവീൻ ദാസ് ശ്രുതിയുടെ മകൻ്റെ കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തിട്ട് നവീനുമായിട്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ ശ്രുതിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട ശ്രുതി പെട്ടെന്ന് ശ്രുതി പോയി ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആ ഫോട്ടോസ് നോക്കുകയാണ്. അതിനുശേഷം നവീൻ ശ്രുതിയെ ഫോൺ വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം, നീ എന്താ നവീനെ കാണിക്കുന്നത്, നിനക്ക് എന്തിനാ എൻ്റെ മോൻ്റെ ഫോട്ടോസ് എന്നൊക്കെ ചോദിക്കും. നീ ചൂടാവാതെ കല്യാണി, ഞാൻ നിൻ്റെ മോൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം എനിക്കത് ആവശ്യം വരും, ഞാൻ പറയുന്നിടത്തോട് നീ വരണമെന്ന് പറയും. ഇല്ല ഞാൻ ഒരിക്കലും വരത്തില്ലെന്ന് പറയും. ശരി നീ വരണ്ട, ഈ ഫോട്ടോസെല്ലാം ഞാൻ നിൻ്റെ ഭർത്താവിന് അയച്ചു കൊടുക്കാമെന്ന് പറയും. നീ എന്തിനാ നവീന എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നു, നീ ആവശ്യപ്പെട്ട തുക ഞാൻ നിനക്ക് തന്നില്ലേ, പിന്നെ എന്തിനാ, അതുകൊണ്ടൊക്കെ എന്താവാനാ ശ്രുതി, എനിക്ക് ഇനിയും പണത്തിന് ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ കണ്ടേ പറ്റത്തുള്ളൂ, ഞാൻ പറയുന്നിടത്തോട് നീ വരണം എന്ന് പറയും. ഉടനെ ശ്രുതി പറയും, ഞാൻ വരാമെന്ന് പറയും. കാരണം ശ്രുതിയെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കാണല്ലോ. അങ്ങനെ നമ്മൾ മീരയോട് ചെന്ന് ശ്രുതി കാര്യം പറയും. മീര പറയും, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് മീരയും ശ്രുതിയും കൂടി നവീൻ ദാസിനെ കാണുകയാണ്. അപ്പം നവീൻ ദാസിൻ്റെതായ കുറച്ച് ഡിമാൻഡുകൾ വെക്കുന്നു. എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, എനിക്കൊരു 30 ലക്ഷം രൂപയ്ക്ക് നീ തരണം, എനിക്ക് എൻ്റെ കുടുംബം പോയി, ഭാര്യ ഇല്ലാതായി, എനിക്ക് നിന്നെപ്പോൾ സുഖമായിട്ട് ജീവിക്കണ്ടേ എന്നൊക്കെ പറയും. പൈസ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമോ നമ്മുടെ മീര ചോദിക്കുന്നുണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതില്ലേ ഇവളെയും കൊണ്ട് വരരുതെന്ന്, പിന്നെ എന്തിനാണ് നീ ഇവളെയും കൊണ്ട് വന്നേന്ന് ചോദിക്കും. നവീനെ നീ എന്നെ ഉപദ്രവിക്കരുത്, നീ ചോദിച്ച സമയത്തൊക്കെ ഞാൻ നിനക്ക് കാശ് തന്നില്ല എന്നൊക്കെ പറയും. ഞാൻ നിനക്ക് 1 മാസം സമയം തരാം ശ്രുതി, അതിനുള്ളിൽ കാശ് തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ ഭർത്താവിൻ്റെ എല്ലാ വിവരങ്ങളും അറിയിപ്പിക്കുമെന്ന് നമ്മുടെ നവീൻ ദാസ് ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മീര ശ്രുതിയോട് ചോദിക്കുകയാണ്, നീ എത്ര നാൾ സഹിക്കും ശ്രുതി ഇവൻ്റെ ബ്ലാക്ക് മെയിലിങ്, എന്ത് ചെയ്യാനാ മീരെ, അവൻ എൻ്റെ മോൻ്റെ ഫോട്ടോ വെച്ച് എന്നെ ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, പൈസ കൊടുത്തില്ലെങ്കിൽ ആ ഫോട്ടോ ശ്രുതിയെ കാണിക്കുമെന്ന് അവൻ പറയുന്നത്, നീ ഇത്രയും പൈസ എവിടെ നിന്ന് ഒപ്പിക്കും 1 മാസത്തിനുള്ളിൽ, എന്തായാലും കൊടുത്തല്ലേ പറ്റൂ, എനിക്ക് ശ്രുതിയായിട്ടുള്ള ജീവിതം തകർക്കാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും അവന് കാശ് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതി കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. സച്ചി പോയി രേവതി ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരും. ആ സമയത്ത് രേവതിയുടെ തലയിൽ വലിയൊരു കെട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചെടി നനച്ചുകൊണ്ട് നിൽക്കുകയാണ്. രവീന്ദ്രൻ ചോദിക്കുന്നു, എന്ത് പറ്റി മോളെ, തലയിൽ കെട്ടൊക്കെ ബാൻഡേജൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. അത് അച്ഛാ ആൻ്റണി എന്നാണ് പറയാൻ വരുന്നതെങ്കിൽ പെട്ടെന്ന് പറയും, അത് ആൻറ്റോ ചേട്ടൻ്റെ കടയുടെ അടുത്ത് വെച്ച് ഇവിടെ വണ്ടി വന്നു ആക്സിഡൻറ്റായി. ആൻറ്റോ ചേട്ടൻ അത് വണ്ടി എതിരെ വന്നൊരു വണ്ടിയായിട്ട് ഒന്ന് കൂട്ടിമുട്ടി, അങ്ങനെ വണ്ടി മറിഞ്ഞു. എങ്ങനെയുണ്ട് മോളെ ഇപ്പം? കുഴപ്പമൊന്നുമില്ല, ചെറിയ തലയൊന്ന് ചെറുതായിട്ടും തട്ടിയതേ ഉള്ളൂ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. അത് സൂക്ഷിക്കത്തില്ലല്ലോ, ഒരു കാര്യം സൂക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ചേട്ടൻ സച്ചി ദേഷ്യപ്പെടും. അപ്പോഴത്തേക്ക് പറയും, മതി ഇനി എന്ന് പറയാം. അപ്പോഴത്തേക്ക് ചന്ദ്ര വന്ന് ചോദിക്കും, എന്താ നിന്റെ തലയ്ക്കെന്ത് പറ്റി? അത് അമ്മയെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയെന്ന് പറയും. എന്താ അതിൻ്റെ മുഖത്ത് കണ്ണില്ലേ? ഉടനെ നമ്മുടെ സച്ചി ചന്ദ്രയുടെ അടുത്ത് പറയും, കണ്ണല്ലേ മുഖത്തിരിക്കുന്നതെന്ന് കളിയാക്കും.
അതേ കണ്ണുണ്ടെന്നൊരു കാര്യമില്ല, നേരെ നോക്കി വണ്ടി ഓടിക്കണം. മാനത്തൂക്കി വണ്ടി ഓടിച്ച് കഴിഞ്ഞാലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയും. നിനക്ക് കൈക്കും കാലിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും വേറൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ ചന്ദ്രയുടെ സംസാരത്തിൽ ഒരു ചെറിയ അലിവൊക്കെ രവീന്ദ്രനും അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടെന്ന് നമ്മുടെ സച്ചിക്കും ചെറുതായിട്ട് തോന്നും. അപ്പം നിനക്ക് കുറച്ച് ദിവസത്തേക്ക് അടുക്കളയിൽ കയറും ചെയ്യാൻ പറ്റത്തില്ലല്ലേ എന്ന് പറയും. ഉടനെ നമ്മുടെ രവീന്ദ്രൻ ദേഷ്യപ്പെടും. ഈ വയ്യാത്തൊരവസ്ഥയിൽ അവൾ രേവതി മോൾ അടുക്കളയിൽ കയറി ജോലി ചെയ്യണോ? അപ്പോൾ ഇവിടെ വേറെ 2 മരുമക്കളുണ്ടല്ലോ, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. എന്നിട്ട് പറയും, അല്ലെങ്കിൽ നീ ചെയ്യണം. ഞാനോ? നിനക്ക് പറ്റുമല്ലോ എന്ന് പറയും. ഓ വേണ്ടമ്മേ, ഞാൻ ചെയ്തോളാം, മരുന്നിൻ്റെ സെഡേഷനൊക്കെ മാറി ഞാൻ ചെയ്തോളാം എന്ന് പറയും. വേണ്ട, ഇനിയിപ്പോൾ ഞാൻ ചെയ്യാം, അല്ലാതെ പറ്റത്തില്ലല്ലോ എന്ന് പറയും. നമ്മുടെ സച്ചി രേവതിയും കൂട്ടി അകത്തോട്ട് പോകും. അതിനുശേഷം ഇങ്ങനെ റൂമിലിങ്ങനെ കിടക്കുകയാണ്. ആ സമയത്തോട്ട് സച്ചി രേവതിക്കുള്ള കഞ്ഞിയൊക്കെ റെഡിയായി കൊണ്ട് കൊടുക്കും. എന്തിനാ സച്ചിയായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുന്നത്? അതിനെന്താ, നീ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്നില്ല, നിനക്ക് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി തരുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. അങ്ങനെ നമ്മുടെ സച്ചി കഞ്ഞിയെല്ലാം എടുത്ത് നമ്മുടെ രേവതിക്ക് കൊടുക്കും. ആ സമയത്ത് പറയും, ഞാൻ ആൻ്റണിയെ കാണാൻ പോയതുകൊണ്ട് സച്ചിയേട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ? മുൻപും ബലിമരായികൾ ആലോചിക്കാതെ ഇങ്ങനൊന്നും ഇറങ്ങി പുറപ്പെടരുത് രേവതി. അവനെക്കുറിച്ച് നിനക്കറിയാമല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ. അമ്മ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അറിഞ്ഞേനെ? ലക്ഷ്മി അമ്മ വിളിച്ച് നേരത്തെ സച്ചിയെടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു രേവതി ആൻ്റണിയെ കാണാൻ പോകുമെന്ന്. അപ്പം നീ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ട് വേണ്ടായിരുന്നു പോകാൻ, അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അമ്മ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ സമയത്ത് അവിടെ വരാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ സച്ചി രേവതിയോട് ചോദിക്കുകയാണ്. അത് സച്ചിയേട്ടാ, ശരത്തിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. കാരണം അവൻ ആൻ്റണിയുടെ കൂടെ നടന്ന് വഴിതെറ്റുമില്ലേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയാണ് ശരത്ത്. അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ന് പറയും. അവന് മുൻപും ഒന്നും നോക്കാനില്ല ആൻ്റണിക്കെന്ന് പറയും. എന്തായാലും പോട്ടെ, അവനെല്ലാ തെറ്റുകളെല്ലാം മനസ്സിലാക്കി അവൻ നമ്മുടെ പഴയ ശരത്തായിട്ട് തിരിച്ചു വരുന്നല്ലോ എന്ന് പറയും. അവനാ നമ്മുടെ ശരത്തിനെ വഴിതെറ്റിക്കുന്നു പറയും. അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, അവനറിയത്തില്ലേ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായം. എന്തായാലും അതെല്ലാം കഴിഞ്ഞില്ലേ സച്ചിയേട്ടാ, അവനെ നമുക്ക് തിരിച്ച് കിട്ടിയില്ലേ എന്നൊക്കെ പറയും. ശരി, എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ എന്ന് പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. അപ്പം ഇതിൻ്റെ വരും എപ്പിസോഡൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.